UK-യിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ ഇറാന്റെ IRGC-യെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച വാർത്ത ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനമാണ് സൃഷ്ടിക്കുന്നത്. ഈ നിരോധനത്തോടെ ബ്രിട്ടന്റെ മണ്ണിൽ IRGC-യിൽ അംഗമാകുന്നതോ അവരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതോ പരസ്യമായി ലോഗോ പ്രദർശിപ്പിക്കുന്നതോ കടുത്ത ക്രിമിനൽ കുറ്റമായി മാറിയിരിക്കുകയാണ്. വെറും ഉപരോധങ്ങൾക്കപ്പുറം ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന സേനയെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് UK സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാർത്ത കേൾക്കുമ്പോൾ പലരിലും ഉയരുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഒരു രാജ്യത്തിന്റെ സൈന്യത്തെ എങ്ങനെയാണ് മറ്റൊരു രാജ്യം ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുക? അവിടെയാണ് ഇറാന്റെ ജനാധിപത്യം എന്ന നാടകത്തിന്റെ യഥാർത്ഥ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത്. പുറമേക്ക് തെരഞ്ഞെടുപ്പുകളും വോട്ടിങ്ങും നടക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇറാൻ എന്ന് തോന്നാമെങ്കിലും അതിന്റെ സത്യാവസ്ഥ മറ്റൊന്നാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രസിഡന്റോ പാർലമെന്റോ അല്ല അവിടെ ഭരിക്കുന്നത്, മറിച്ച് ആരുടെയും നിയന്ത്രണങ്ങൾക്ക് വിധേയനല്ലാത്ത പരമോന്നത മത നേതാവ് അലി ഖമേനിയാണ് അവിടുത്തെ അന്തിമ അധികാരി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മുസ്തഫ ഖമേനിയാണ് നിലവിലെ അധികാരി. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾക്ക് മുകളിൽ ഒരു മതാധിപത്യ ഏകാധിപതിയായി ഖമേനി വാഴുമ്പോൾ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന് കാവൽ നിൽക്കാൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട സമാന്തര സൈന്യമാണ് ഈ IRGC എന്ന് പറയുന്നത്. ഇറാന്റെ സൈനിക ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇവിടുത്തെ ഇരട്ട ഭരണകൂടത്തിന്റെ വിചിത്രമായിട്ടുള്ള ചിത്രം വ്യക്തമാകും. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പുരോഹിത ഭരണത്തെ സംരക്ഷിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ IRGC രൂപീകരിക്കുന്നത്. ഇറാന് അതിർത്തികൾ കാക്കാൻ അർത്തേഷ് എന്ന പേരിൽ ഒരു ഔദ്യോഗിക ദേശീയ സൈന്യമുണ്ട്. എന്നാൽ അതിന് സമാന്തരമായിട്ടാണ് സ്വന്തം ജനങ്ങളെ അടിച്ചമർത്താനും വിദേശങ്ങളിൽ ഭീകരപ്രവർത്തനം നടത്താനും ഖമേനി ഈ പ്രത്യേക സേനയെ വളർത്തിയത്. 1980-കളിലെ ഇറാഖ് യുദ്ധത്തിന് ശേഷം ഈ സമാന്തര സേനയെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിലും സ്വന്തം അധികാരം നിലനിർത്താൻ ഖമേനി ഇവർക്ക് വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു നൽകുകയായിരുന്നു. ഇന്ന് സ്വന്തം രാജ്യത്തിന്റെ ഔദ്യോഗിക ദേശീയ സൈന്യത്തെ പോലും പൂർണ്ണമായും ചൂഷണം ചെയ്താണ് IRGC നിലനിൽക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റിന്റെ സിംഹഭാഗവും കൈക്കലാക്കുന്നത് ഈ സമാന്തര സേനയാണ്. ഔദ്യോഗിക ദേശീയ സൈന്യമായിട്ടുള്ള അർത്തേഷിന് കാലപ്പഴക്കം ചെന്ന ആയുധങ്ങൾ നൽകി അവരെ ഒതുക്കുമ്പോൾ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും IRGC-യുടെ മാത്രം നിയന്ത്രണത്തിലാണ്. പ്രതിരോധത്തിന് പുറമെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും ഇവർ വിഴുങ്ങിക്കഴിഞ്ഞു. ഖതം അൽ അൻബിയ എന്ന വമ്പൻ നിർമ്മാണ കമ്പനിയിലൂടെ റോഡ്, തുറമുഖം, ടെലികോം മേഖലകൾ മുതൽ ലേസർ ഐ സർജറി വരെയുള്ള വൻകിട ബിസിനസ്സുകൾ നിയന്ത്രിക്കുന്നത് ഈ സേനയാണ്. സ്വന്തമായി രഹസ്യാന്വേഷണ വിഭാഗമുള്ള ഇവർ വിദേശ ബന്ധമുള്ള ഇരട്ട പൗരന്മാരെ ചാരവൃത്തി ആരോപിച്ച് തടവിലിടാനും മടിക്കാറില്ല. ചുരുക്കത്തിൽ വോട്ട് പെട്ടികൾ കാണിച്ച് ലോകത്തെ പറ്റിക്കുന്ന ഇറാന്റെ വ്യാജ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ് IRGC എന്ന് പറയുന്നത്. പുറത്ത് മിഡിൽ ഈസ്റ്റിലുടനീളം യുദ്ധവും ഭീകരതയും വിതയ്ക്കുമ്പോൾ അകത്ത് സ്വന്തം രാജ്യത്തിന്റെ ദേശീയ സൈന്യത്തെയും ജനാധിപത്യ സംവിധാനങ്ങളെയും ഇവർ പൂർണ്ണമായും ശ്വാസം മുട്ടിക്കുന്നു. UK-യുടെ ഈ കടുത്ത നിരോധന നടപടി മതാധിപത്യത്തിന്റെ മറവിൽ ഒരു സമാന്തര ഭീകരസേന നടത്തുന്ന ചൂഷണങ്ങൾക്കും ആഗോള ഭീഷണിക്കും എതിരെയുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.